Hi children, welcome back to my channel. Plus 1 sets അതിനകത്ത് എക്സസൈസ് 1.2 ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ആണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. ഫിഫ്ത്തിൽ ഫസ്റ്റ് വൺ അപ്ലോഡ് ചെയ്തതാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ സെക്കൻഡ് വണ്ണാണ്. സോ ഫിഫ്ത്തിൽ സെയിം മെയിൻ ഹെഡിങ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആർ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെറ്റ്സ് ഈക്വൽ ദെൻ വൈ. ഇതിൽ നമ്മൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സെക്കൻഡിൽ സി എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. പിന്നെ നമ്മൾ എങ്ങനെയാണ് സെറ്റിൽ എഴുതുക നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ ഒരു വേർഡിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോളോ എന്നുള്ളൊരു വേർഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനെ എങ്ങനെ എഴുതും? റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ് നമ്മൾ എഴുതുന്ന സെറ്റിനകത്തേക്ക് വരാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? നമുക്കൊന്ന് എഴുതി നോക്കാം. സെറ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ സ്പെല്ലിംഗ് എന്താണ്? FOLLOW ആണല്ലേ. സോ എഫ് കോമ ദെൻ O കോമ L കോമ എഗെയിൻ ഒരു L ഉണ്ട്, അത് റിപ്പീറ്റഡ് ആണ്, അത് എഴുതാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടോ കണ്ടോ, അത് FOLLOW. സോ നമ്മൾ FOL എഴുതി. ഇനി ഇത് രണ്ട് റിപ്പീറ്റഡ് ആയതുകൊണ്ട് എഴുതാൻ പാടില്ല. പിന്നെ എഴുതേണ്ടത് ഏതാണ്? W. ക്ലിയർ ആയില്ലേ? നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ബി. ഇതിനകത്ത് തന്നെ ബി നോക്കാം കേട്ടോ. സി സെറ്റ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് വോൾഫ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? കണ്ടോ, ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നുമില്ലല്ലോ. WLF മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എങ്ങനെ എടുത്തെഴുതാം? W, O, L, F. ഉണ്ടോ? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ്സും ഇതിനകത്തില്ല. ഇനി നമുക്ക് കിട്ടിയ ആൻസേഴ്സ് തമ്മിലൊന്ന് ചെക്ക് ചെയ്യുക. കണ്ടോ, സെറ്റ് എയ്ക്കകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അതിൻ്റെ സെറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. അതുപോലെ സെറ്റ് ബിയിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി, അതിൻ്റെയും സെറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതിൽ നോക്കിയാൽ W ദാ ഇവിടെയുണ്ട് അല്ലേ, O ഇവിടെയുണ്ട്, ദെൻ L ഇവിടെയുണ്ട്, F ഇവിടെയുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? A ഈക്വൽ, ദെർഫോർ ആൻസർ എന്ത് വരും? A ഈക്വൽ ടു B. നമ്മളവിടെ അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. കണ്ടോ, ആർ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെറ്റ്സ് ഈക്വൽ വൈ. അപ്പോൾ ഇതെന്താണ്? ഈക്വൽ ആണ്. കാരണം രണ്ടിലും ഒരേപോലത്തെ മെമ്പേഴ്സാണ് നമുക്കിവിടെ കണ്ടെത്താൻ പറ്റിയത്. സോ A ഈക്വൽ ടു B ആണ് ആൻസർ. ഓക്കെ, ലെറ്റ് us മൂവ് ഓൺ ടു സിക്സ്ത് വൺ. സി ഫ്രം ദ സെറ്റ്സ് ഗിവൻ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. അപ്പോൾ കുറച്ച് സെറ്റ്സുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള സെറ്റ്സിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, എവിടെ വരെ തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ H വരെ തന്നിട്ടുണ്ട്. സോ സി ഫസ്റ്റ് വൺ എന്താണ്? സെറ്റ് A ഈക്വൽ ടു സെറ്റ് 2, 4, 8, 12. ദെൻ B ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. C ഈക്വൽ ടു 4, 8, 12, 14. ദെൻ D ഈക്വൽ ടു 3, 1, 4, 2. set 3, 1, 4, 2. E equal to set negative 1, 1. F equal to set 0, A. G equal to set 1, negative 1. And H equal to set 0, 1. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഈക്വലായിട്ട് ഏതെങ്കിലും സെറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് നോക്കിയാൽ ഫസ്റ്റ് സെറ്റ് എന്താ? 2, 4, 8, 12. ഇതിൽ ഏതിലെങ്കിലും അങ്ങനെ ഉണ്ടോ 2, 4, 8, 12 എന്ന്? ഇല്ല അല്ലേ. ഇവിടെ ഇതിലുള്ള 4, 8 ഇത് എവിടെയുണ്ട്? 12 ഉണ്ട്, ബട്ട് 14 ഇസ് നോട്ട് ദ. കണ്ടോ, അതുപോലെ താഴോട്ട് നോക്കിയേ, താഴോട്ടൊന്നും അതേപോലത്തത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അത് നോക്കണ്ട. ദെൻ സെറ്റ് ബിയിൽ 1, 2, 3, 4 ആണ്. അപ്പോൾ എവിടെയെങ്കിലും 1, 2 ഇതാ ഇത് കണ്ടോ, D ഉണ്ടല്ലേ. ഡിയിൽ വരുന്നത് എന്താണ്? 3 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്, ദെൻ 4 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്. സോ B ഈക്വൽ ടു D നമുക്ക് എഴുതിക്കൂടെ ആൻസറിൽ? സോ നമ്മുടെ ആൻസറിൻ്റെ ഫസ്റ്റ് ഒരെണ്ണം കിട്ടി. ആൻസറിൽ നമുക്ക് എന്തെഴുതാം? B ഈക്വൽ ടു D ഒരെണ്ണം കിട്ടി. അപ്പോൾ അത് ഓക്കെ. ഇനി ഇത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താൽ അല്ലേ. പിന്നെ എന്താ അടുത്തത് വരുന്നത് ഏതായിരിക്കാം? -1 ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെയുണ്ട് 1ഉം -1. സോ നമുക്ക് അടുത്ത ജോഡികൾ ഏതൊക്കെയായിരിക്കും? ഇയും ജിയും ആയിരിക്കും. സോ E ഈക്വൽ ടു G. ക്ലിയർ ആയില്ലേ? വളരെ ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സബ്സെറ്റിനെയൊക്കെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ദെൻ നിങ്ങളുടെ ഡൗട്ട്സ് ഇതെല്ലാം സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്.